കായകൽപ്പ പുരസ്കാര നിറവിലാണ് പട്ടുവം പഞ്ചായത്ത് ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി. ആയുർവേദ ഡിസ്പെൻസറി വിഭാഗത്തിൽ 95.42% സ്കോറോടെ ജില്ലയിലെ 2ാം സ്ഥാനമാണ് ലഭിച്ചത്. സർക്കാർ ആരോഗ്യ സ്ഥാപനങ്ങളുടെ ശുചിത്വം, മാലിന്യ പരിപാലനം, അണുബാധ നിയന്ത്രണം എന്നിവയിലെ മികച്ച പ്രവർത്തനത്തിനാണ് പട്ടുവം പഞ്ചായത്ത് ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിക്ക് സംസ്ഥാന സർക്കാരിന്റെ അംഗീകാരം ലഭിച്ചത്. സ്ഥാപനത്തിലെ ജീവനക്കാരുടെ കൂട്ടായ്മയും പ്രവർത്തന മികവും നേട്ടത്തിന് കാരണമായി. പട്ടുവം പഞ്ചായത്തിന്റെയും തളിപ്പറമ്പ് ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ഭാരതീയ ചികിത്സാ വകുപ്പിന്റെയും നാഷണൽ ആയുഷ് മിഷന്റെയും സംയുക്ത പ്രവർത്തനമാണ് ആതുരാലയത്തെ ഉന്നതിയിലെത്തിച്ചത്. പട്ടുവം പഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രീമതി ചെയർമാനും മെഡിക്കൽ ഓഫീസർ എൻ മഞ്ജുഷ കൺവീനറുമായ ആശുപത്രി വികസന സമിതിയാണ് നാട്ടുകാരുടെ പങ്കാളിത്തത്തോടെ വിപുലമായ സൗകര്യമൊരുക്കിയത്. ഡിസ്പെൻസറി വിഭാഗത്തിൽ 95.42% സ്കോറോടെ ജില്ലയിൽ 2ാം സ്ഥാനമാണ് ലഭിച്ചത്. ആശുപത്രിയെ കൂടുതൽ ജനകീയമാക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രീമതി പറഞ്ഞു. ജനങ്ങളുടെ സംഭാവന കൂടി സ്വീകരിച്ചുകൊണ്ടാണ് അതിൻ്റെ ആദ്യ പ്രവർത്തനങ്ങൾ നമ്മൾ തുടക്കം കുറിച്ചിട്ടുള്ളത്. ഒരു വികസന സമിതി രൂപീകരിച്ചുകൊണ്ട് അതിനാവശ്യമായിട്ടുള്ള സംഭാവനകൾ ഉൾപ്പെടെ കണ്ടെത്തിക്കൊണ്ടാണ് പല സൗകര്യങ്ങളും നമ്മളിവിടെ ഏർപ്പെടുത്തിയിട്ടുള്ളത്. പിന്നീട് പഞ്ചായത്തിൻ്റെ പദ്ധതിയിൽ വിവിധ ഘട്ടങ്ങളിലായി വെച്ചിട്ടുള്ള പദ്ധതിയും എല്ലാം ഉൾപ്പെടുത്തി ആദ്യഘട്ടം ഒരു വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആശുപത്രിയെ ലോകബാങ്കിൻ്റെ സഹായത്തോടുകൂടി കഴിഞ്ഞ ഭരണസമിതി കാലത്താണ് ഇതിനൊരു കെട്ടിട നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത്. പിന്നീട് ഈ ഞങ്ങളുടെ ഭരണസമിതി വന്നതിന് ശേഷം അതിന് കൂടുതൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും പിന്നെ NABH കിട്ടുന്നതിനാവശ്യമായിട്ടുള്ള ദേശീയ അംഗീകാരത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഒരു നല്ല കൂട്ടായ്മയോടുകൂടി HMCയും അതുപോലെ തന്നെ പ്രത്യേക വികസന സമിതി രൂപീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളിലൂടെ ജനങ്ങളുടെ സഹായത്തോടു കൂടിയൊക്കെയാണ് നടത്തിയിട്ടുള്ളത്. ഇപ്പോൾ കായകൽപ്പം അവാർഡിന് വേണ്ടി NABH അംഗീകാരം കിട്ടിയതിന് ശേഷം കായകൽപ്പം അവാർഡിന് വേണ്ടി ഉള്ള പ്രവർത്തനങ്ങളും എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഞങ്ങൾ എല്ലാവരും ചേർന്നുകൊണ്ട് തയ്യാറാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.